ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, പാപ പരിഹാര കാലഘട്ടമല്ലേ നൊയിമ്പ്? എന്തൊക്കെയാണ് നൊയിമ്പ് കൊണ്ട് സാധിക്കേണ്ടത്? നൊയിമ്പെടുക്കണം, ഉപവസിക്കണം, ദാനധർമ്മം ചെയ്യണം, അനുരഞ്ജനം സാധിക്കണം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിക്കണം. യെശയ്യാ പ്രവചനം 44 അധ്യായം 22 തിരുവചനം പറയുന്നത് എന്താണ്? എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യോനാ പ്രവാചകന്റെ ചരിത്രം രസകരമല്ലേ? നിനവയിൽ പോയി പ്രസംഗിക്കാൻ പറഞ്ഞ യോന ഭയപ്പെട്ട് താർസോസിലേക്ക് ഒളിച്ചോടുകയാണ്. കടൽക്ഷോഭത്തിൽ യോനായെ കടലിലേക്ക് എറിയുന്നു. മത്സ്യം വായ് പിളർന്ന് യോനായെ വിഴുങ്ങുന്നു. നിനവയിൽ യോനായെ എത്തിച്ചു, പ്രസംഗിച്ചു. അവരെന്താണ് ചെയ്തത്? അവർ ചാക്കൊടുത്തു, ഉപവാസം പ്രഖ്യാപിച്ചു. അതോടുകൂടി ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞ് അവരുടെ പാപം മോചിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നൊയിമ്പുകാലത്തും ഇതുപോലുള്ള ഒരു പശ്ചാത്താപ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നൊയിമ്പ് വളരെ അർത്ഥവത്താണ്, നമുക്കത് ആവശ്യമാണ് ജീവിത വിജയത്തിന്. എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ നിറയട്ടെ. ആമേൻ.